ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കടയിലേക്ക് സെയിൽ ചെയ്യുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നമ്മൾ അരി അരച്ച ഉടനെ തന്നെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ബിഗ്നേഴ്സിന് പോലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഉണ്ണിയപ്പം കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി തന്നെയാണ്. മെഷർമെന്റ് കപ്പിൽ 250 ഗ്രാം 500 ഗ്രാം അളവുകളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചരി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. കഴുകിയെടുത്ത് വന്ന് 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാനിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാം. ഈ ഒരു ടൈമിലേക്ക് ഞാനിതാ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 250 ഗ്രാമോളം വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മെൽട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ഈ ഒരു അരിയൊക്കെ ഇവിടെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് ഒന്ന് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം 4 മണിക്കൂർ വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഫുൾ വെള്ളം ഒന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ ഒരു അരി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വട്ടം അരച്ചെടുക്കാനേ ഉള്ളൂ. നമ്മൾ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈസൂർ പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ നാട്ടിൽ എന്താണ് ഈ പഴത്തിന് പേരെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പഴം 2 എണ്ണം നമുക്ക് ഇതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഒരു 5 ഏലക്ക, അതിൻ്റെ കുരു മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലി നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ കുരു മാത്രം എടുക്കാനായിട്ട് നോക്കുക. ഇനി ഒരു നുള്ള് ഉപ്പ്, നമ്മുടെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇളം ചൂടോടുകൂടി വേണം നമുക്ക് ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല. ഈ ഒരു ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഈ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ കുറച്ച് വലിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അത് ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ടൈമിലേക്ക് നിങ്ങൾ മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം എള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ എള്ള് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ നെയ്യ് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ കടയിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നെയ്യൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല
റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ച ഉടനെ തന്നെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഇവിടെ ചുട്ടെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിൽ മുഴുവനായിട്ട് തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കടയിലൊക്കെ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ കുഴി നിറച്ചും ഒഴിക്കാതെ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് കഴിയൂല. അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി മറിഞ്ഞിട്ട് ഒരു പുറം ഭാഗം ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. ഓരോ ഭാഗവും റെഡിയാകുന്നതിന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം അകം ഒന്നും വെന്ത് കിട്ടില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ ഉണ്ണിയപ്പം ആണെങ്കിലും നെയ്യപ്പം ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. എന്നാൽ തന്നെ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഇവിടെ റെഡിയാക്കാനായിട്ട് കഴിയും. എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഉണ്ടാക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ ഉണ്ണിയപ്പം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. മുഴുവൻ ഉണ്ണിയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോസിന് വേണ്ടി മാത്രം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ, ബാക്കി ഉണ്ണിയപ്പം ഞാൻ ചുട്ടുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഷേപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഉണ്ണിയപ്പം തന്നെ കൊടുക്കണം. ഇതിൽ കൂടുതൽ ചെറുതാക്കണമെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്, നല്ല ചൂടോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത സമയത്ത് തന്നെ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അരിയൊക്കെ അരച്ച് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വരുന്ന ടൈമിലാണെങ്കിൽ പച്ചരി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ അകമൊക്കെ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.